അവകാശപ്പെട്ട ഒരിഞ്ച് ഭൂമിയും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി. മുനമ്പം ജാതി മത വിഷയമല്ല, ഉത്തരവാദിത്തപ്പെട്ടവർ വർഗീയ ചുവയോടെ സംസാരിക്കുന്നു. വർഗീയതയുടെ കാർഡ് ഇറക്കിയാൽ പേടിച്ച് പള്ളിക്കകത്ത് കയറുമെന്ന് ആരും കരുതരുത്. നിയമവ്യവസ്ഥയ്ക്ക് നിരക്കാത്ത നിരവധി കാര്യങ്ങൾ വഖഫ് നിയമത്തിലുണ്ട്. നീതി ആരുടെയും ഔദാര്യമല്ല എന്നും മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്നും ജോസഫ് പാമ്പ്ലാനി പറഞ്ഞു. മുനമ്പം സമരപ്പന്തൽ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. സമരപ്പന്തലിൽ ഇപ്പോൾ ഒരു വൈദികൻ സംസാരിക്കുന്നു, ബിഷപ്പ് പാമ്പ്ലാനി സംസാരിക്കുന്നു. തത്സമയ ദൃശ്യം. നികുതി സ്വീകരിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ഈ മുനമ്പൻ ജനത ഈ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത് വരെയും അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ച. എന്നാൽ അത് പരിഹരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുക്കുക. എല്ലാവർക്കും സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. മുഖ്യമന്ത്രി തീർച്ചയായും ഈ ജനത അനുഭവിക്കുന്ന അന്യായത്തിന് പരിഹാരം കണ്ടെത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിചാരം. പ്രതിപക്ഷ നേതാവടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതൊരു 10 മിനിറ്റ് ഇരുന്നാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ, സങ്കീർണമായ നിയമപ്രശ്നങ്ങളൊന്നും ഇതിലില്ല. അങ്ങനെ ഒരു സമയം കണ്ടെത്താത്തതാണോ, ഒത്തൊരുമിച്ച് നീങ്ങാത്തതാണോ? 10 മിനിറ്റ് ഇരിക്കുന്നോ 20 മിനിറ്റ് ഇരിക്കുന്നോ എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല. എത്ര മിനിറ്റ് ഇരുന്നാലും ഈ ആ പ്രശ്നം തീർക്കാൻ വേണ്ടി 10 മിനിറ്റ് ഇരുന്നാൽ മതിയെങ്കിൽ 10 മിനിറ്റ് ഇരിക്കുക. അഥവാ 10 മിനിറ്റ് ഇരുന്ന് തീരുന്ന തക്ക വിധത്തിലുള്ള പ്രതിസന്ധിയേക്കാൾ ഉപരി ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് മുനമ്പത്തെ വിഷയത്തിൽ 10 മിനിറ്റ് ചർച്ച കൊണ്ട് തീർക്കാമെന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് സുചിന്തിതമായ പഠനങ്ങളും അതുപോലെ നിലപാടുകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അത് ശരിയായ ചർച്ചകളിലൂടെ പഠനങ്ങളിലൂടെ പരിഹരിക്കേണ്ട വിഷയമാണ്. ഹൈക്കോടതി പറഞ്ഞു നിലനിൽക്കില്ല, അതിനെക്കുറിച്ച് പിതാവിന്റെ അഭിപ്രായം? തീർച്ചയായും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് വലിയ പ്രത്യാശ നൽകുന്നൊരു കാര്യമാണ്. സാമാന്യ നീതിയുടെ ലംഘനം ഈ വഖഫ് അവകാശവാദങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് ഈ ജനം പറയുന്ന കാര്യങ്ങൾ നിയമപരമായി സാധുതയുള്ളതാണ് എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഇന്നലത്തെ കോടതിയുടെ പരാമർശം എന്ന് ഞങ്ങൾ കരുതുന്നു. അത് ഈ കഷ്ടത അനുഭവിക്കുന്ന, അനീതി അനുഭവിക്കുന്ന ജനതയ്ക്ക് ലഭിക്കാൻ പോകുന്ന നീതിയുടെ വിജയത്തിൻ്റെ ഒരു നാന്ദിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വഖഫ് ഈ പ്രശ്നം രാഷ്ട്രീയ പരിഹാരം ഇതിനില്ല, അതിന് നിയമപരമായ പരിഹാരമാണ് വേണ്ടതെന്നാണ് മന്ത്രി പി രാജീവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ എല്ലാവരും ആവശ്യപ്പെടുന്നത്, പലരും ആവശ്യപ്പെടുന്നത് പോലെ ഒരു വഖഫ് നിയമ ഭേദഗതി ബില്ല് ആവശ്യമായിട്ട് വരികയാണ്. വഖഫ് നിയമ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് തീർച്ചയായും മുസ്ലിം സമൂഹത്തിനുള്ള ആശങ്കകൾ പരിഹരിക്കണം. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായാന്തരങ്ങളില്ല. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള വഖഫ് നിയമത്തിലെ ചില വ്യവസ്ഥകൾ സാമാന്യ നീതിക്ക് നിരക്കാത്തതും നീതിയുടെ പ്രത്യക്ഷ ലംഘനവുമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് എന്നതാണ് ഞങ്ങൾ വിചാരിക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വഖഫ് മന്ത്രിയുടെ നിലപാടിനെയും പ്രതികരണത്തെയും എങ്ങനെയാണ്? വഖഫ് മന്ത്രി അദ്ദേഹം നല്ല മനുഷ്യനാണ് എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അദ്ദേഹത്തെ ആ രീതിയിൽ കാണാനാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഈ സാമാന്യ ജനതയുടെ ദുഃഖകരമായ അവസ്ഥയിൽ അവർ നടത്തുന്ന പ്രതികരണങ്ങൾ വർഗീയമായ കണ്ണുകളോടെ കാണാൻ ശ്രമിച്ചോ എന്നുള്ള ആശങ്ക പൊതുസമൂഹത്തിൽ അദ്ദേഹം ഉണർത്താൻ ഇടവന്നു. യുടെ നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയുടെ വിഷയമായിട്ടാണ് എല്ലാവരും കരുതിയത്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധാരണകൾ പരത്തിയെങ്കിലും പൊതുസമൂഹം ഇപ്പോഴും ഇത് നീതിക്ക് വേണ്ടിയുള്ള ഒരു ജനതയുടെ ന്യായമായ നിലവിളിയായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് പറ്റിയ ചില തെറ്റിദ്ധാരണകൾ കൊണ്ടോ അദ്ദേഹത്തെ കൊണ്ട് ആരെങ്കിലും ആ രീതിയിൽ പറയിപ്പിച്ചതോ ആണ് എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. ഭരണഘടനാപരമായ ഉത്തരവാദിത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്ന് ഞങ്ങൾ അത്തരത്തിലുള്ള പ്രസ്താവനകൾ വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു.
തവിഞ്ഞാലിലും അതോടൊപ്പം തന്നെ ചാവക്കാടും അടക്കം ഇപ്പോൾ നോട്ടീസ് നൽകുന്നുണ്ട്. ഇവിടെ സമരം തുടരുമ്പോൾ തന്നെയാണ് അവിടെയൊക്കെ നോട്ടീസ് നൽകുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത്? അവിടെയും സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുമോ? തീർച്ചയായും ഇവിടെ ന്യായമായ വഴികളിലൂടെ ഭൂമി സമ്പാദിച്ച് സർക്കാർ പറയുന്ന എല്ലാ വ്യവസ്ഥകളും പാലിച്ച് അവിടെ കൃഷി ചെയ്ത് ഉപജീവന മാർഗം നടത്തുന്ന ഒരു വ്യക്തിയെയും ഒരു കാരണത്തിൻ്റെ പേരിലും കുടിയിറക്കാൻ പറ്റില്ല. ഈ കഴിഞ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിരമിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് എന്താ? അങ്ങനെ ഏകപക്ഷീയമായി ആർക്കും സ്വകാര്യ ഭൂമിയിൽ കയ്യേറ്റം നടത്താൻ അവകാശമില്ല എന്ന ആ ഒരു സുപ്രധാന വിധിയെയും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, ഇത് തികച്ചും അന്യായമായ ഒരു നിലപാടാണ്. അത് ചാവക്കാടായിക്കോട്ടെ, തവിഞ്ഞാലിലായിക്കോട്ടെ, തളിപ്പറമ്പിലായിക്കോട്ടെ, ആ കഷ്ടത അനുഭവിക്കുന്ന സമൂഹത്തിൻ്റെ ഒപ്പം ജാതിയോ മതമോ വർണ്ണവർഗ ചിന്തകളോ കൂടാതെ ഈ പൊതുസമൂഹമുണ്ടാകും, അവർക്കൊപ്പം കത്തോലിക്ക സഭയും ഉണ്ടാകും എന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. ഈ പ്രശ്നത്തെ വ്യാപകമാക്കിക്കൊണ്ട് എല്ലാവരെയും ഭീതിയുടെ നിഴലിൽ ആഴ്ത്താമെന്ന് ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട. 2013 ശേഷമാണ് ഭേദഗതി ഉണ്ടായിട്ടുള്ളത്. അത് ഈ പറയുന്ന ചാവക്കാടിനും വയനാടിനും ഒക്കെ ബാധകമാണ് താനും. ഇപ്പോൾ അതായത് വകഭൂമി കൈവശം വയ്ക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്നുള്ള ഭേദഗതി വന്നതിന് ശേഷമാണ്. മറ്റൊന്ന് വഖഫിന്റെ നിയമം അനുസരിച്ചിട്ട് 3 വർഷത്തിനുള്ളിൽ, അതായത് വഖഫ്ഭൂമിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ ക്ലെയിം ചെയ്യണമെന്നൊരു നിയമം. ഇത് രണ്ടും മുൻപത്തിന്റെ കാര്യത്തിൽ നടന്നിട്ടില്ല. അല്ലെങ്കിൽ രണ്ടും അസാധുവായി പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇത് മനസ്സിലാവാത്തത് സർക്കാരിനാണോ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതാണോ എന്നുള്ളതാണ്. മുനമ്പം ഭൂമി വഖഫിൻ്റെ ഭൂമിയല്ല എന്ന് പറയാനുള്ള രാഷ്ട്രീയപരമായ ഇച്ഛാശക്തി ഭരണകൂടം ആർജിച്ചു കഴിഞ്ഞാൽ ഇത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ 10 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് കൊണ്ട് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം മറന്നു വെച്ചുകൊണ്ട് ഇവിടെ നേതാക്കൾ സ്വീകരിക്കേണ്ടതുണ്ട്. ചിലരൊക്കെ അതിന് ന്യായീകരണമായി പറയുന്നത് അവിടെ വരുന്ന പുരോഹിതർക്ക് പലർക്കും ക്രിസ്തുവിൻ്റെ ഭാഷയല്ല എന്ന് പോലും പറയുകയുണ്ടായി. തീർച്ചയായും ഞങ്ങൾ സംസാരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഭാഷയാണ്. ക്രിസ്തു ഇന്ന് മനുഷ്യനായി ഈ മണ്ണിലുണ്ടായിരുന്നുവെങ്കിൽ സത്യമായും അവിടുന്ന് ഈ സമരപ്പന്തലിൽ വരുമായിരുന്നു എന്നും ഈ മുനമ്പൻ ജനതയ്ക്കൊപ്പം സത്യാഗ്രഹം ഇരിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കെല്ലാം സംശയമുണ്ട് എങ്കിലും ക്രിസ്തുവിനെ ധ്യാനിക്കുന്ന ഞങ്ങൾക്ക് സംശയമില്ല എന്ന് പ്രസ്തുത നേതാവിനെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ UDF-ഉം LDF-ഉം ഒരുപോലെ പറയുന്നത് ഇവിടെ ഈ മുനമ്പം വിഷയത്തിൽ BJP വർഗീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനൊരു അഭിപ്രായമുണ്ടോ? BJP വർഗീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഉന്നയിക്കുന്നവരുടെ ഇരുപക്ഷത്തും